രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. വിശ്വാമിത്രൻ വളരെയേറെ സന്തോഷായി. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, നിവേദയത് അമേയാത്മാ പുത്രവും ദശരഥസ്യതവും. അമേയാത്മാവായിരിക്കുന്ന ആ വിശ്വാമിത്രൻ ജനകനോട് പറഞ്ഞു, ഈ രണ്ടു കുട്ടികളും ഉത്തരകോസലത്തിന്റെ അധിപതിയായിരിക്കുന്ന അയോധ്യയിലിരുന്ന് നാടുവാഴുന്ന സൂര്യവംശനായിരിക്കുന്ന ദശരഥന്റെ മക്കളാണ്. ഞാന് അവരെ അവിടെ നിന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. എന്തിന്? സിദ്ധാശ്രമ നിവാസം ച രാക്ഷസാനാം വധം തഥ. ഞാൻ എന്റെ സിദ്ധാശ്രമത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. അവിടെ നിന്നിട്ട് ദശരഥനോട് അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിനോടൊപ്പം കുഞ്ഞുങ്ങളെ അയച്ചു. അവരെയും കൂട്ടിക്കൊണ്ട് നേരെ സിദ്ധാശ്രമത്തിൽ വന്നു. അവിടെ അവർ വസിച്ചു. അവിടുത്തെ യജ്ഞത്തെ അവർ സംരക്ഷിച്ചു. യജ്ഞത്തിന് വിഘ്നകാരികളായിട്ടുള്ള രാക്ഷസന്മാരെ, മാരീച സുബാഹുക്കളെയെല്ലാം അവർ തകർത്തു. അങ്ങനെ അവരുടെ ചരിത്രം കേൾപ്പിക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് യജ്ഞം സമ്പൂർണമായി സഫലമായി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണ്. തത്രാഗമനം അവ്യഗ്രം വിശാലായാശ്ച ദർശനം. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വരിക. ആ വരുന്ന വഴിക്കുള്ളതായ ദൃശ്യങ്ങളൊക്കെ കണ്ടു. വിശാലയിലും ഞങ്ങൾ പോയിരുന്നു. അതിലെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോ അഹല്യാദർശനം ചെയ്വ. അഹല്യാദേവിയെ കണ്ടു. ഗൗതമാശ്രമത്തിൽ ചെന്നു. വിശാലയിലൂടെ വരുമ്പോഴേക്കും ഗൗതമാശ്രമത്തിലൂടെ മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ചെന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വിശാലയും കണ്ടു. ആ ദേശത്തിലും എത്തി ഞങ്ങള്. അവിടെ നിന്നിട്ട് ഗൗതമാശ്രമത്തിൽ വന്നു. അവിടെ തപസ് ചെയ്യുന്ന, ഈ ലോകത്തിൽ ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ തപസ് ചെയ്യുന്ന ദേവി അഹല്യയെ കണ്ടു. എന്നിട്ട് ഗൗതമ ഋഷിയെയും കണ്ടു. ഗൗതമൻ ആ അവസരത്തില് അവിടെ ഹിമാലയത്തിൽ നിന്ന് എത്തിച്ചേർന്നു. അങ്ങനെ ഗൗതമനുമായിട്ട് കൂടിക്കാഴ്ചയും ഉണ്ടായി. അല്ലയോ രാജാവേ, ഇതാണ് ഈ രാജകുമാരന്മാർ. അവർ ദശരഥന്റെ മക്കളാണെന്നും ഇത്രയേറെ സാമർഥ്യമുള്ളവരാണെന്നും അവിടെ വിശ്വാമിത്രൻ ജനക മഹാരാജാവിനെ കേൾപ്പിച്ചു. നേരത്തെ തന്നെ ആ ബാലകന്മാരിൽ അങ്ങേയറ്റം ആകൃഷ്ടനായി പോയ ജനകന് ഇതുകൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ആകർഷണ ശക്തി കൂടുതൽ തന്നെ ആ ബാലകന്മാരിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചല്ലോ. അതിന് മറുപടി പറയാണ്, മഹാധനുഷി ജിജ്ഞാസം കർത്തും ആഗമനം തഥാ. ഇവിടെ ഒരു അത്ഭുതകരമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന മഹാധനുസ്സുണ്ടല്ലോ. വലിപ്പം കൊണ്ടും മഹത്വം കൊണ്ടും ഒക്കെ മഹാധനുസ്സാണ്. ആ ധനുസ് കാണാൻ വേണ്ടി അങ്ങയുടെ അനുവാദം വേണം അത് കാണാൻ. ആ അനുവാദം ചോദിച്ച് അത് കാണാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് രാമൻ, ലക്ഷ്മണൻ, ദശരഥന്റെ ഈ മക്കൾ അവരെ എന്നോടൊപ്പം ഇങ്ങോട്ട് വന്നത്. ഈ വില്ല് അവർക്ക് രണ്ടുപേർക്കും ഒന്ന് കാണണം. അത് കണ്ടു കഴിഞ്ഞാല് അവര് വളരെയേറെ സംതൃപ്തരായി ആ വില്ലിനെ വന്ദിച്ചിട്ട് അവര് ദശരഥന്റെ സമീപത്തേക്ക് മടങ്ങിപ്പോകും. ഇതിനു വേണ്ടിയിട്ടാണ് ആഗമനം എന്ന് പറഞ്ഞപ്പോഴേക്കും ജനകന്റെ മനസ്സിൽ ഉണ്ടായതായ സന്തോഷത്തിന് ഒരതിരുമില്ലാതായി തീർന്നു. കാരണം ആ ധനുസ്
പിതൃപൈതാമഹമായി തനിക്ക് കൈവന്നതാണ്. അത് സാക്ഷാൽ മഹാദേവന്റെ ധനുസ്സാണ്. അത് എത്രയോ തലമുറകൾ അവിടെ വെച്ച് പൂജ ചെയ്തു വരുന്നു. ആ ധനുസ്സുമായി ബന്ധപ്പെട്ട് തനിക്കൊരു പ്രതിജ്ഞയുണ്ട്. ജനങ്ങൾ ഓർക്കാണത്. ആ പ്രതിജ്ഞയെ ഇതുവരെ സഫലീകരിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് സീത എന്നു പേരായൊരു മകളുണ്ട്. തനിക്ക് 2 പെൺമക്കളും തന്റെ സഹോദരന് 2 പെൺമക്കൾ. അങ്ങനെ 4 മക്കളുണ്ട്. സഹോദരന്റെ മക്കളും തന്റെ മക്കളാണല്ലോ. അങ്ങനെ 4 മക്കളുണ്ട്. അത് ഏറ്റവും മൂത്ത മകളാണ് സീത. ആ സീത അയോനിജയാണ്. ആ സീതയുടെ വിവാഹത്തിന്റെ കാര്യത്തില് താൻ ഒരു നിർണയം നേരത്തെ എടുത്തു. ആരാണോ ഈ വില്ല് എടുത്ത് ഉയർത്തി അതിൽ ഞാൻ മുറുക്കി അതിനെ കുലയേറ്റുന്നത്, അത് കണ്ട് തപോബലവും അഭ്യാസബലവുമുള്ള ഒരു യുവാവിന് മാത്രമേ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് പലരും അവിടെ വന്നു. സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് സീതയെ വിവാഹം ചെയ്യാൻ മോഹിച്ചിട്ട് ഒരുപാട് രാജകുമാരന്മാർ അവിടെ വന്നു. അവരെല്ലാം ഈ ഒരു നിശ്ചയത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ട് തിരിച്ചു പോകേണ്ടതായിട്ടും വന്നു. അപ്പോ സീതയുടെ വിവാഹം നടത്താൻ താൻ ഇങ്ങനെ ഒരു നിശ്ചയം വച്ചു. വിവാഹം ഇതാ മെല്ലെ മെല്ലെ താമസിച്ചും വരികയാണല്ലോ. അതുകൊണ്ട് പിതാവിനുണ്ടാകുന്ന ഉത്കണ്ഠ, എപ്പോഴും അച്ഛനമ്മമാർക്ക് മകളുടെ വിവാഹം അതിനുള്ളതായ പ്രായം അടുത്തു വരുമ്പോഴേക്കും ആ വിവാഹം എത്രയും വേഗം നല്ല നിലയിൽ നല്ലൊരു വരനെ കണ്ടെത്തി നടത്തണം എന്നുള്ള ആഗ്രഹമുണ്ടാകും. ഓരോ നിമിഷവും ഈ ചിന്തയിലാണ് അവർ കഴിയുക. മറ്റെന്തൊക്കെ അനേക ജോലികൾ അവർക്കുണ്ടായിരുന്നാലും അതിൻ്റെ എല്ലാം നടുവില് മകൾക്ക് എല്ലാം തികഞ്ഞ ഉത്തമനായ ഒരു വരനെ ലഭിച്ച് മകള് ഒരു വീട്ടുകാരി ആയിട്ട് ഒരു കുടുംബിനിയായിട്ട് സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് വസിക്കുന്നത് കാണാൻ അച്ഛനും അമ്മയും വളരെയേറെ ചിന്ത ചെയ്യുന്നവരായിരിക്കും. എപ്പോഴും അവരുടെ മനസ്സിൽ തന്നെയായിരിക്കും. അത് ജനകന്റെ മനസ്സിൽ കിടപ്പുണ്ട്. കാളിദാസൻ അദ്ദേഹത്തിന്റെ അഭിജ്ഞാന ശകുന്തള നാടകത്തില് ശകുന്തളയെ ഹസ്തിനാപുരത്തേക്ക് അയക്കുന്ന അവസരത്തില് അവളെ അങ്ങോട്ട് അയച്ചു. അമ്മയായ ഗൗതമിയോടൊപ്പം സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ശരദ്വതന്മാരോടൊപ്പം ഹസ്തിനാപുരത്തേക്ക് അയച്ചപ്പോൾ ശകുന്തളയെ വിവാഹം കഴിച്ച ഗാന്ധർവവിധി പ്രകാരം വിവാഹം കഴിച്ച ദുഷ്യന്തന്റെ രാജധാനിയിലേക്ക് ദുഷ്യന്ത സമീപത്തേക്ക് അയക്കുമ്പോൾ അയച്ചു കഴിഞ്ഞിട്ട് കണ്ണനെ കൊണ്ട് കാളിദാസൻ പറയുന്ന ഒരു വാക്യമുണ്ട്. അർത്ഥോഹി കന്യ പരകീയേവ. കന്യക എന്ന് പറയുന്നത്, മകളെന്ന് പറയുന്നത് അന്യന്റെ സ്വത്താണ്. ആരായി അന്യൻ? വരന്റെ സ്വത്താണ്. വിവാഹം കഴിച്ചു കൊടുക്കുന്നവരെ ആ കുഞ്ഞിനെ വളർത്തി വളരെയേറെ സംരക്ഷിച്ച് ഉത്തമനായൊരു വരനെ കണ്ടെത്തി ആ വരനെ ഏൽപ്പിക്കുന്നത് വരെ മനസ്സിന് എപ്പോഴും അത് തന്നെയായിരിക്കും ചിന്ത. കണ്ണോ പറയാണ്, അർദ്ധോഹി കന്യ പരകീയേവ. മകളെന്ന് പറയുന്നത്, കന്യക എന്ന് പറയുന്നത് അന്യന്റെ സ്വത്താണ്. അച്ഛന്റെയും അമ്മയുടെയും കയ്യില് സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് കന്യകയെ. അതിന് ന്യാസം എന്ന് പറയും. സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അന്യന്റെ മുതല്, അതിനാണ് ന്യാസം എന്ന സംസ്കൃത വാക്ക്. ആ ന്യാസത്തെ പരിപൂർണമായും രക്ഷിച്ച് കൃത്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമാണ്. അതുവരെ ഉത്കണ്ഠയാണ്. ഇപ്പോഴിതാ എന്റെ മനസ്സ് ശാന്തമായി. കണ്ണും പറയാ, താം അദ്യ സംപ്രേക്ഷ്യ പരിഗ്രഹി ചെയ്തു. അവളെ വിവാഹം കഴിച്ചിരിക്കുന്ന ആ ദുഷ്യന്ത മഹാരാജാവിന്റെ സമീപത്തേക്ക് അവളെ യഥായോഗ്യം വളർത്തമ്മയായിരിക്കുന്ന ഗൗതമിയോടൊപ്പം, അതേപോലെ സഹോദരങ്ങളായിരിക്കുന്ന ശരദ്വതന്മാരോടൊപ്പം വിധിപ്രകാരം ഞാനിത് അയച്ചിരിക്കുന്നു. അതോടുകൂടി ജാതോമമായ വിശദപ്രകാമം പ്രത്യർപ്പിതന്യാസ യുവാന്തരാത്മാ. എന്റെ മനസ്സ് വളരെയേറെ ശാന്തമായി കഴിഞ്ഞിരിക്കുന്നു, സന്തോഷപൂർണമായി കഴിഞ്ഞിരിക്കുന്നു, തെളിവിറ്റതായി കഴിഞ്ഞിരിക്കുന്നു. ഏതുപോലെ ന്യാസത്തെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ ന്യാസത്തെ
തിരിച്ച് അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് നൽകിയതുപോലെ യഥാർത്ഥ ഉടമയ്ക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും പിന്നെ സമാധാനമായി. അതുവരെ ആ ന്യാസത്തെ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ചുമതല. ആ ഒരു അവസ്ഥയിൽ കണ്വൻ, തപസ്വിയായ കണ്വൻ പോലും ഈ സന്ദർഭത്തെ, മകളെക്കുറിച്ച്, മകളുടെ വിവാഹത്തെക്കുറിച്ച് എത്ര കണ്ട് ഉത്കണ്ഠപ്പെടുന്നു എന്ന് കാളിദാസൻ കാണിക്കുന്നു. ഇതാണ് ഭാരതത്തിലെ സ്വന്തം മക്കളെക്കുറിച്ച് ഭാരതത്തിലെ അച്ഛനും, ഓരോ കുടുംബത്തിലെ അച്ഛനും അമ്മയും സങ്കല്പിക്കുന്നത്. ഇതാണ് ഭാരതീയ സംസ്കാരം. അതേ സങ്കല്പം നമ്മളിവിടെ കാണുന്നു ജനങ്ങളില്. തന്റെ മകളുടെ വിവാഹം താൻ ഇങ്ങനെ ഒരു പ്രതിജ്ഞയും വച്ചിട്ടുണ്ട്. അപ്പോ അത് എത്രയും വേഗം ഉചിതമായ രീതിയിൽ നല്ലൊരു വരനെ കണ്ടെത്തി നടക്കണമെന്നിങ്ങനെ ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. ഇപ്പോഴിതാ ആ കുമാരന്മാരെ കണ്ടപ്പോ വളരെയേറെ സന്തോഷം. തന്റെ പ്രതീക്ഷകളെല്ലാം ഇവിടെ സഫലമാകുമെന്നുള്ള തോന്നൽ ജനകന്റെ ഹൃദയത്തിൽ. വിശ്വാമിത്രനാണ് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരാകട്ടെ വിവാഹപ്രായമെത്തിയവർ, യൗവനത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്നവർ, മഹാവീരന്മാർ, മാരീച സുബാഹുക്കളെയും വലിയ രാക്ഷസൈന്യത്തെയും ഒക്കെ തകർത്തവർ. അതേപോലെ തന്നെ അവരുടെ ദർശനത്താൽ, അവരുടെ ആ നമസ്കൃതിയാൽ, സ്പർശനത്താൽ അഹല്യയ്ക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു. ജനകൻ ഇതെല്ലാം മനസ്സിലാകും. ജനകൻ വളരെയേറെ ആഹ്ലാദിച്ചു, വളരെയേറെ സന്തോഷിച്ചു. ജനകൻ വിശ്വാമിത്രനോട് ആ വില്ലിനെ കുറിച്ച്, ഇനി സംസാരിക്കേണ്ട വില്ലിനെ കുറിച്ചാണല്ലോ. ആ വില്ലാണല്ലോ ഈ കല്യാണത്തിന്റെ ഒരു മുഖ്യമായിരിക്കുന്ന ഘടകം. ആ വില്ലിനെ കുറിച്ച് അത് കാണാനാണ് ഈ ബാലകന്മാർ വന്നിരിക്കുന്നത്. അപ്പോ ആ വില്ലിനെ കുറിച്ച്, അതിന്റെ മഹത്വത്തെക്കുറിച്ച്, പ്രത്യേകതയെക്കുറിച്ച്, ആ വില്ലുമായി ബന്ധപ്പെട്ട് തന്റെ തീരുമാനത്തെക്കുറിച്ച് അവരോട് ആദ്യമേ പറയണം. പറയാനുള്ള സന്ദർഭം ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുകയാണ്. അത് 51-ാമത്തെ സർഗത്തിൽ തുടങ്ങുന്നു. നാളെ സീതാ വിവാഹമാണ്. അത് നമുക്ക് ദർശിക്കാനാകും. നാളെ രാത്രി 8:30 നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാം. ഗുരുകാരുണ്യത്താല് നമുക്ക് ഇന്നേക്ക് അനേക ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വാൽമീകി രചിച്ചതായ ഈ അത്ഭുതകരമായിരിക്കുന്ന മഹാകാവ്യം, ആദികാവ്യം, ഇതിഹാസം, ആദികാവ്യം ഇതിഹാസമായി നിൽക്കുകയാണ്. പാരായണം ചെയ്യുവാനുള്ള അനുഗ്രഹം ഗുരുനാഥൻ തന്നെ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ, വ്യാസ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ, വാൽമീകി ഋഷിയുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.